എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആഭ്യന്തര യുദ്ധം നടക്കുന്ന ഇറാഖിൽ നിന്നും അടിയന്തര പ്രാധാന്യത്തോടുകൂടി മലയാളികളടക്കം ഒട്ടനവധി പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ ഉണർന്നു പ്രവർത്തിച്ച വിദേശകാര്യ വകുപ്പിനും അതിന്റെ തലപ്പത്തിരിക്കുന്ന സുഷമാ സ്വരാജിനും ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. വേണമെങ്കിൽ യുദ്ധക്കപ്പൽ അയച്ചുവരെ പ്രവാസികളെ നാട്ടിലെത്തിക്കും എന്ന സുഷമാ സ്വരാജിന്റെ വാഗ്ദാനം ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടുന്നു. ഈ പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ പ്രവാസ ലോകം ഇവിടെ ആരംഭിക്കുകയായി. UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കുവൈറ്റ് എറണാകുളം റെസിഡൻസ് അസോസിയേഷൻ കേര ഈ വർഷത്തെ ഇഫ്താർ സ്നേഹസംഗമം ജൂലൈ 18 വെള്ളിയാഴ്ച അബ്ബാസിയ ഹൈഡെയിൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. പ്രസ്തുത യോഗത്തിൽ ശ്രീ അജു എബ്രഹാം സ്വാഗതം ആശംസിച്ചു. കുവൈറ്റിലെ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതൻ ശ്രീ അബ്ദുൾ റഹ്മാൻ തങ്ങൾ ഇഫ്താർ സന്ദേശം നൽകിക്കൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് റവറന്റ് ഫാദർ എബി എ പോൾ, സാരഥി പ്രതിനിധി ശ്രീ ഷാജി PI, മുൻ KMCC വൈസ് പ്രസിഡന്റ് ശ്രീ അബ്ദുൾ റഹീം എന്നിവർ ആശംസ നൽകി സംസാരിച്ചു. യോഗത്തിന് കേര വൈസ് പ്രസിഡന്റ് ശ്രീ പീറ്റർ സെബസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ചെറിയ പെരുന്നാൾ ദിനത്തിൽ നവോദയ സാംസ്കാരിക വേദി ദെല്ല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കമ്മിറ്റി പ്രവർത്തകർ 91 മേഖലയിലുള്ള മുവാസാദ് ആശുപത്രിയിലും കോബാറിലുള്ള ആസ്തൂർ ആശുപത്രിയിലും സന്ദർശനം നടത്തി. ഇന്ത്യക്കാരായ രോഗികളെ ആശ്വസിപ്പിക്കാനും അവരുടെ രോഗവിവരങ്ങൾ അന്വേഷിക്കാനുമായാണ് ഇവർ സന്ദർശനം നടത്തിയത്. എല്ലാ വർഷവും പെരുന്നാൾ ദിനത്തിൽ നവോദയ പ്രവർത്തകർ പരിസരത്തുള്ള ആശുപത്രികളിൽ പോയി രോഗികളെ ആശ്വസിപ്പിക്കാറുണ്ട്. ദെല്ല ഏരിയ സാമൂഹ്യക്ഷേമ വിഭാഗം ജോയിന്റ് കൺവീനർ സുധീഷ്, മേഖലാ കൺവീനർ കേരളീയൻ, കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗങ്ങളായ B ജയപ്രകാശ്, CP എഡ്വേർഡ് തേവലക്കര, കേന്ദ്ര കമ്മിറ്റി അംഗം വണ്ടൂരുണ്ണി എന്നിവർക്ക് പുറമെ പ്രേം C എബ്രഹാം, സണ്ണി പുല്ലാട്, എബി എന്നീ പ്രവർത്തകർ കൂടി ആശുപത്രി സന്ദർശനത്തിൽ പങ്കെടുത്തു. പാലക്കാട് വടക്കഞ്ചേരി സ്വദേശിയായ മുഹമ്മദ് ഗനി കഴിഞ്ഞ 21 വർഷങ്ങളായി ദുബൈയിലാണ്. അവിടെ സെയിൽസ്മാനായി ജോലി ചെയ്തിരുന്ന ഇദ്ദേഹം കഴിഞ്ഞ 3 വർഷമായി ഒരു രീതിയിലും വീടുമായി ബന്ധപ്പെട്ടിട്ടില്ല. തൻ്റെ 2 മക്കളുമായി ഭർത്താവിനെ കാത്തിരിക്കുകയാണ് ഭാര്യ ഖദീജ. മുഹമ്മദിന്റെ തിരിച്ചുവരവും കാത്താണ് ഇവർ പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അദ്ദേഹത്തിന്റെ ഭാര്യയോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. മുഹമ്മദ് ഗനി 21 വർഷമായിട്ട് തീരെ വന്നിട്ടുണ്ട് സാറേ. കല്യാണം കഴിഞ്ഞ മുന്നേ ആള് സൗദിയിലായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് പോയി. പിന്നെ 2 വർഷം നിന്നു. പിന്നെ വന്നിട്ട് UAEക്കാണ് പോയത്. അതിപ്പോ എത്ര വർഷമായി? അതിപ്പോ ഒരു 15 വർഷത്തോളം UAEയിലിപ്പോ. ആള് വരും പോക്കായിരുന്നു. പിന്നെ 6 വർഷത്തിന് ശേഷം ആളുടെ സ്വഭാവ രീതി മാറിക്കൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കുന്നത് ഈ 15 ഒട്ടാകെ 21 വർഷമാണ് ഗൾഫിലുണ്ട് അല്ലേ? നിങ്ങളെ കല്യാണം കഴിച്ചിട്ട് എത്രയായി? കല്യാണം കഴിഞ്ഞിട്ട് 23 വർഷമാവും. 23 വർഷമാവും നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ ഈ 15 വർഷത്തിന് മുമ്പാണ് ദുബായിക്ക് പോയത്. അതിനുശേഷം എത്ര പ്രാവശ്യം നാട്ടിൽ വന്നു? നാട്ടില് 3 ട്രിപ്പ് വന്നു. 3 ട്രിപ്പ് വന്നു. പിന്നെ അത് വന്നിട്ട് എത്ര കൊല്ലായി? ഇപ്പൊ വന്നു പോയിട്ട് മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ട് പോയിട്ട് 3 വർഷമായി. എന്റെ 3 വർഷം മുമ്പ് വരെ വന്നിട്ടുണ്ട് മാളുടെ കല്യാണത്തിനും ഇതിനൊക്കെ ആയിട്ട്. എത്ര മക്കളാ? എനിക്ക് 3 മക്കളാ. മൂത്ത മോളെ കല്യാണം കഴിച്ചു കൊടുത്ത് 3 വർഷമായി. ഇത് 2ാമത്തെ മോന്, ഇത് 3ാമത്തെ മോള്. ആളിപ്പോൾ 6 വർഷം ശേഷം 15 ദിവസമാണ് ലീവിന് വരിക. വന്നാൽ സ്വഭാവ രീതിയൊക്കെ മാറ്റമാണ്. സ്വഭാവം തീരെ ശരിയല്ല. എന്നീ മക്കളെയും കണ്ടുകൂടാ. അങ്ങനെയായിരുന്നു. കോട്ടയത്തെ ഒരു പെണ്ണ് അവിടെ പണിക്ക് പോയതാണ്. അവിടെ കുജേറ പറയുന്ന സ്ഥലത്താണ്. 1 വർഷമായിട്ടാണ് ഇപ്പോൾ സത്യം അറിഞ്ഞിരുന്നത്. എൻ്റെ സഹോദരങ്ങൾ അവിടെ ഉണ്ട്. അവർ പിന്നെ കണ്ടുപിടിച്ചു ഇയാളുടെ പോക്ക് രീതിയില്ല. നല്ല ശമ്പളമുണ്ട്. നാട്ടിൽ 60,000 രൂപ ശമ്പളമോളം ഉണ്ട്. ഞങ്ങൾക്ക് വെറും 5,000 രൂപ അയച്ചു തരിക. എല്ലാ മാസം അയച്ചു തരും. ഇപ്പോൾ സെയിൽസ്മാൻ കമ്പനിയിലെല്ലാം പോയി പറഞ്ഞപ്പോൾ അവിടുത്തെ മാനേജർ അറബിയും പറഞ്ഞു, ഇത്ര ശമ്പളം ഉണ്ടായിട്ട് നീ എന്താ നാട്ടിലേക്ക് വെറും ഈ പൈസ അയച്ചു കൊടുക്കും? നിൻ്റെ ഭാര്യ എപ്പോഴും കരച്ചിലാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ 10,000 രൂപ 1 വർഷമായിട്ട് അയച്ചു തരും. മോളുടെ കല്യാണം 15 പവനാണ് ആൾ കൊടുക്കാറുള്ളത്. വെറും 10 പവനെ കൊടുത്ത്. അതും കടങ്ങളൊക്കെ വാങ്ങി. പിന്നെ എൻ്റെ വീട്ടുകാരാണ് കഴിച്ചു കൊടുത്ത്. ഇപ്പോൾ വന്നു പോയിട്ട് ഇപ്പോൾ മാർച്ച് 5-ന് വന്നിരുന്നു. നാട്ടിലേക്ക് ഇവിടേക്ക് വന്നില്ല. കോട്ടയത്ത് ആ സ്ത്രീ കൂട്ടിക്കൊണ്ട് വന്നിരുന്നു. ആ സ്ത്രീൻ്റെ മോനെ ഇയാളാണ് കമ്പനി കൊണ്ടുപോയി. ഇപ്പോൾ 1 വർഷമായിട്ട് ഞങ്ങൾ സത്യം അറിയുന്നത്. കോട്ടയം, തലിയോർ പറമ്പ്, വടകര
അവിടത്തെയാണ് പെണ്ണ് മോനും കൂടി ഇയാളെ പാട്ടിലാക്കി കംപ്ലീറ്റ്. ഇവിടെ തെക്കൻ കോട്ടയല്ലേ? ആ, നമ്മുടെ കോട്ടയം ജില്ലയിലാണ് പെണ്ണ്. തലയോലപ്പറമ്പ്. പിന്നെ ആളുടെ സ്വഭാവ രീതിയൊക്കെ മാറി. വരാന്ന് പറഞ്ഞിരുന്നു. സ്ത്രീയുടെ പേരെന്താ? എൻ്റെ പേര് ഖദീജ. ആ സ്ത്രീയുടെ പേര് നസീമ. മോൻ്റെ പേര് മാഹി. ഞങ്ങൾ എന്നിട്ട് മാർച്ച് കല്യാണം കഴിഞ്ഞിരിക്കണോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. ആ മോൻ്റെ കല്യാണത്തിന് വേണ്ടിട്ട് അവിടെ നിന്ന് നുണ പറഞ്ഞിട്ട് വന്ന് നമ്മുടെ ഭർത്താവ് കമ്പനിയിൽ എന്താണ് ഉമ്മാക്ക് സീരിയസ് ആണ്, എനിക്ക് 10 ദിവസം നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കമ്പനിയിലുള്ളവർ അന്നേരം തന്നെ എനിക്ക് വിളിച്ചു പറഞ്ഞു, മുഹമ്മദ് ഖനി പാസ്പോർട്ട് വാങ്ങിയിട്ടുണ്ട്, ഉടനെ നിങ്ങൾ പോയിട്ട് എയർപോർട്ടിൽ പോയി പിടിച്ചോളി, ആ സ്ത്രീ മോനായിട്ടാണ് വന്നിരിക്കുന്നത്, നിങ്ങളുടെ അടുത്തേക്ക് വരില്ല എന്ന് പറഞ്ഞു. ഞാനും എൻ്റെ സഹോദരങ്ങളും കൂടിയിട്ട് പോയിരുന്നു. നെടുമ്പാശ്ശേരി പോയപ്പോൾ കണ്ടു കിട്ടിയില്ല. അവർ തിരുവനന്തപുരം വഴിയാണ് വന്നിരുന്നത്. പോയി അങ്ങനെ പിന്നെ പോയി മോൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് എൻ്റെ മക്കളെ കാണാൻ വരുന്നുള്ള പ്രതീക്ഷയിലിരുന്നു. വന്നില്ല. പിന്നെ മഹല കമ്മിറ്റിയിലേക്ക് അങ്ങ് പോയി മുടക്കി. 3 മക്കളുണ്ട്, കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റില്ല, ഇന്ന് വരും നാളെ വരും ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ മുടക്കി, കല്യാണം മുടക്കി, SI മുടക്കി. അങ്ങനെ അന്നേരം അയാൾ ദുബായിക്ക് തന്നെ തിരിച്ചു പോയി. ദുബായി പോയിട്ട് അവിടെ കമ്പനിയുള്ളവർ പറഞ്ഞു, എന്താ നീ നാട്ടിലേക്ക് പോയില്ല? പറഞ്ഞപ്പോൾ അവിടെ കേസും പോലീസൊക്കെയാണ്, എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ പോയിട്ട് 3 മാസം കഴിഞ്ഞ് യാതൊരു വിവരവും ഇല്ല. 5 പൈസ അയക്കലും ഇല്ല, വിളി എടുക്കുക ഒന്നുമില്ല. എനിക്ക് ഹാർട്ടിൽ ഇതുള്ളതാണ്, MRS ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുകയാണ്. മക്കളുടെ അവസ്ഥ അല്ലാത്ത അവസ്ഥയാണ്. ഇരിക്കുന്ന വീട് ഇപ്പോൾ വിറ്റു അതിൽ കുറേ കടങ്ങൾ എത്തുമ്പോഴുടെ ബാധ, ഓപ്പറേഷനും ആസ്പത്രിയായിട്ട് അങ്ങനെ അതിൽ കഴിഞ്ഞു പോകുന്നുണ്ട്. അല്ലാത്ത അവസ്ഥയാണ് സാറേ. ആളെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കുന്നതാണ്. എൻ്റെ മക്കൾക്ക് വാപ്പയായിട്ട് ആ മകളെയാണ് ഞാൻ ദീർഘനേരമായിട്ട് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ആ മകളുടെ മുഖത്ത് കാണുന്ന ദുഃഖവും ആശങ്കയും ഒക്കെ എന്നെ വല്ലാതെ പരിഭ്രമിപ്പിക്കുന്നുണ്ട്. ഇനി സ്വന്തം മകളല്ലേ അത്, ചെറിയ മക്കളാ, ഹൃദ്രോഗിയായ ഭാര്യ. എന്താ മുഹമ്മദ് ഖനി പറയുന്നത്? നിങ്ങൾ ചെയ്യുന്ന എന്തൊരു മര്യാദയാണ്? നിങ്ങൾ എന്ത് കാരണം കൊണ്ടാണ് ഈ 10,000 റുപ്യ നിർത്തുന്നത്? നിങ്ങളെ കാമുകിയെ അവർ കണ്ടുപിടിക്കാൻ പോയത്. അത് സാധാരണ ഏത് ഭാര്യയും ചെയ്യില്ലേ? നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ച് അവിടെ പോയി ലീവിന് പോയി താമസിക്കാൻ വന്ന അങ്ങനെ ഒരു ഇത് കേട്ട സ്വാഭാവികമായിട്ടും സഹോദരന്മാരും ആളുകളൊക്കെ അവരുടെ അടുത്ത് ചെല്ലും. അത് സ്വാഭാവികമല്ലേ? അതിന് നിങ്ങൾ 10,000 റുപ്യ മുടക്കുക. നിങ്ങളൊന്ന് നാട്ടിൽ വാ. ഈ 2 ചെറിയ മക്കളില്ലേ, ഷാർജയിലുള്ള ആളുകൾ പോയിട്ട് അദ്ദേഹത്തെ കാണണം. അതുപോലെ കമ്പനി ഇതിലൊരു താല്പര്യം കാണിച്ചു എന്നുള്ളത് വലിയ ഒരു സന്തോഷകരമായ കാര്യമാണ് മുഹമ്മദ് ഖനിയുടെ കാര്യത്തിൽ. അപ്പോൾ ഒരു കുടുംബം തകരുന്ന ചിത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അത് തകർക്കണോ വേണ്ടയോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പൂർണ്ണമായി തകർന്നു പോകാവുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വച്ചിരിക്കുന്നു. അത് ഉപേക്ഷിക്കുക, കുടുംബത്തെ രക്ഷിക്കുക. നിങ്ങളുടെ സ്വന്തം മകൾ, സ്വന്തം മകൻ, ഇവരൊക്കെ ഇനി പഠിക്കാൻ എത്രയോ കാലം കിടക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന സഹായങ്ങൾ, രോഗിയായ ഭാര്യയെ, നിങ്ങളുടെ ജീവിതത്തിൽ ദീർഘകാലം നിങ്ങളോടൊപ്പം ജീവിച്ച ഭാര്യയെ സംരക്ഷിക്കുക. ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? അപ്പോൾ ഒന്ന് ആലോചിക്കണം മുഹമ്മദ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളെ വല്ലാണ്ട് പ്രകോപിപ്പിച്ച് വർത്താനം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങളിൽ എനിക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്, കുടുംബത്തിലേക്ക് നിങ്ങൾ കാര്യമായ സഹായങ്ങൾ വരുമെന്നുള്ളത്. ഈ അയക്കുന്ന പൈസ ഒരിക്കലും നിങ്ങൾ നിർത്തിക്കളയരുത് ആണ് എൻ്റെ ഒരു അഭ്യർത്ഥന ഉള്ളത്. പിന്നെ നിങ്ങൾ വരണം. എന്താണ് മോള് പറയണത്? എല്ലാം പറയണ്ട. മോളുടെ പേരെന്താ? ശിവാന. എന്താ ഉപ്പയോട് പറഞ്ഞേ വരണം എന്ന് പറഞ്ഞു? പൈസ ഒന്നും അയക്കില്ല. അപ്പൊ പൈസ ഒന്നും അയക്കില്ല? ഫോൺ വിളിച്ചെടുക്കൂല്ല. മക്കളെ
അപ്പോൾ ഗനി മനുഷ്യനാണെങ്കിൽ വരിക, അതാക്കി പറയാനുള്ളത്. മനുഷ്യനാണെങ്കിൽ നിങ്ങൾ വരിക. പ്രേക്ഷകർ മുഹമ്മദ് ഗനിയോട് പറ്റുമെങ്കിൽ കാണുന്ന ഷാർജയിലുള്ള എല്ലാ പ്രേക്ഷകരും മുഹമ്മദ് ഗനിയെ ഉപദേശിക്കുക. നിങ്ങൾ പൊക്കോ, മുഹമ്മദ് ഗനി വരും. എൻ്റെ വിധി ഇനി മറ്റുള്ള സഹോദരിമാർക്ക് വരരുത്. ആ ഉമ്മാനെയും മോനെയും 6 വർഷമായി എല്ലാ സമ്പത്തും അവർ വാങ്ങിയെടുത്തു. ശരി. ബ്യൂട്ടീഷ്യൻ ജോലി വാഗ്ദാനം ചെയ്ത് കുവൈറ്റിലെത്തിയ സുജയ്ക്ക് ലഭിച്ചത് വീട്ടുജോലിയാണ്. അതും തന്നെ കുവൈറ്റ് സ്പോൺസർക്ക് വിൽക്കുകയായിരുന്നു എന്നാണ് സുജ പറയുന്നത്. ഈ ആധുനിക യുഗത്തിലും അടിമപ്പണി ചെയ്യേണ്ടി വരുന്ന നമ്മുടെ സഹോദരിമാരുടെ രക്ഷപ്പെടലിന്റെ കഥയാണ് പ്രവാസ ലോകത്തിൽ ഇനി. ഈ കോഴിക്കോടുള്ള ഏജൻസിയിലെ അയാള് കദീർ എന്ന് പറഞ്ഞവൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ കുവൈറ്റിൽ ചെന്ന് ഇറങ്ങുമ്പോൾ അവിടെ നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ഓഫീസിൽ, അവിടെ ഒരു ഓഫീസുണ്ട്, അവിടുത്തെ ആ സാറ് വരും. സാറ് വന്നിട്ട് നിങ്ങളെ ബ്യൂട്ടി പാർലറിൽ അവിടെ സലൂണിൽ കൊണ്ടാക്കും എന്നാ പറഞ്ഞേ. അതനുസരിച്ച് ഞാൻ അവിടെ വരുമ്പോഴത്തേക്ക് ഈ ലാസ്റ്റ് നമ്മുടെ വിസ, പാസ്പോർട്ട്, ഇതെല്ലാ കാര്യങ്ങളും ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോ ഒരു ടേബിളിന്റെ പുറത്ത് ഈ അറബി മറ്റേ അവിടുത്തെ ഓഫീസർ ഏറ്റവും ലാസ്റ്റ് ചെക്ക് ചെയ്ത് ഇങ്ങനെ ഇറങ്ങുമ്പോ ഇവൻ അതിനകത്തുണ്ടായിരുന്നു. അപ്പൊ ഇവന് എന്നെ ഈ ഫുൾ സൈസ് ഫോട്ടോയൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് ഇവൻ എന്നെ മനസ്സിലായിരുന്നു. പക്ഷെ എനിക്ക് ഇവൻ അറിയത്തില്ലായിരുന്നല്ലോ. ഇവൻ അന്നേരം വന്നേച്ചും ഞാൻ മേടിക്കുന്നതിന് മുന്നേ, എന്റെ കൈ തരുന്നതിന് മുന്നേ ഇവൻ വാങ്ങിച്ചു കഴിഞ്ഞു ഈ പാസ്പോർട്ട്. ഇവന്റെ കയ്യിലായിപ്പോയി. അത് കഴിഞ്ഞ് വണ്ടി കയറി ഞങ്ങള് ഈ ഇവിടെ ഹവാലി വരുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ ഇല്ല. അവിടെ ആകെ ഉള്ളത് അവൻ ഹൗസ് മെയ്ഡ് ആയിട്ട് കൊടുക്കുകയുള്ളൂ അറബികൾക്ക്. അതും നമ്മുടെ നാട്ടിലെ 3 ലക്ഷം 4 ലക്ഷം രൂപയ്ക്ക് അറബികൾക്ക് വിൽക്കുക. വെറും 4000 രൂപ വിലയുള്ള ഈ 20 KD വിലയുള്ള വിസ എന്ന് പറഞ്ഞത് ഇവൻ ആളെ വിൽക്കുന്നതും 4 ലക്ഷത്തിനും 3 ലക്ഷത്തിനുമാവും. അങ്ങനെ ഈ റിയാസ് എന്റെ സ്പോൺസറിലുള്ള അറബിക്ക് അപ്പൊ ഞാൻ അവിടെ ഭയങ്കര വിഷയമൊക്കെ ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു, ഞാനൊരു വീട്ടിലും പോകില്ല, ഞാൻ മര്യാദക്ക് വീട്ടിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ട് വിളിച്ചിട്ട് അയാള് ഇത്ര രൂപ സാലറിയും പറഞ്ഞിട്ടാണ് എന്നെ ഇങ്ങോട്ട് വിട്ടത്. അപ്പൊ പാർലറിലല്ലാതെ ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞു. എന്നാണെങ്കിലും അവസാനം എനിക്ക് മനസ്സിലായി ലോക്കായി പോയി. എത്ര രക്ഷപ്പെടാൻ ഒരു മാർഗം ഇല്ലെന്ന് മനസ്സിലായപ്പോ 17-ാം തീയതി, അതായത് 16-ാം തീയതി ഞാൻ ചെന്നല്ലോ. അപ്പൊ 17-ാം തീയതി ഞാൻ ഈ അറബിയുടെ കൂടെ പോയി. അറബി എന്ന് പറഞ്ഞത് അവിടുത്തെ ഒരു പ്രൊഫസറാണ്, ഒരു അറബി കോളേജിലെ പ്രൊഫസറാണ്. അപ്പൊ ഈ സ്ത്രീയോട് ഞാൻ പറഞ്ഞു, അവിടെ വീട്ടിൽ ചെന്ന് ഇവരെ വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൽ ചെന്ന് ഞാൻ പറഞ്ഞു, എനിക്കറിയാവുന്ന, ഞാൻ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല ഞാന്, പക്ഷെ എനിക്ക് എന്നാൽ അറിയാവുന്ന, ഞാൻ ഇംഗ്ലീഷിലുള്ള ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് സംസാരിക്കണം, എന്നെ ഇങ്ങനെ കേരളത്തിൽ നിന്ന് ട്രീറ്റ് ചെയ്ത് കൊണ്ടുവന്നതാ, ഞാൻ ബ്യൂട്ടീഷ്യനാണ്, എനിക്ക് ഈ ജോലിയൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവിടുത്തെ ഫുഡ് ഉണ്ടാക്കാനും അവരുടെ രീതിയിലുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും എനിക്ക് ഒട്ടും അറിയത്തില്ല, ഈ അയൺ ചെയ്യാനൊന്നും, ഈ കറുതയും അതും ഒക്കെ. അപ്പൊ ഇവർക്ക് സംഭവം പിടിയിട്ട്, കാരണം എന്റെ ബാഗ് പെട്ടി തുറന്നു കഴിഞ്ഞപ്പോ ഞാൻ ഇവരെ എടുത്ത് കാണിച്ചു. ഞാൻ ഇവിടുന്ന് സലൂണിലോട്ടാണെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ അത്യാവശ്യം കുറച്ച് ഈ മെഷീനൊക്കെ എന്റെ ഇവിടെ ഉപയോഗിക്കുന്ന മെഷീൻ, ഹെയർ ഡ്രയർ, സ്ട്രെയിറ്റ് ചെയ്യുന്ന മെഷീൻ, ഇതെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഇവർക്ക് സംഭവം പിടികിട്ടി. എനിക്ക് ഇത് തന്നെയാണ് ശരിക്കും ഞാൻ ചതിക്കപ്പെട്ടതാണെന്ന് അവർക്ക് മനസ്സിലുണ്ട്. അവരുടെ മനസാക്ഷിയുള്ളവരായതുകൊണ്ട് അവരെന്നെ പിറ്റേ ദിവസം, അതായത് 17-ാം തീയതി വൈകിട്ടാണ് എന്നെ ഇവരുടെ വീട്ടിൽ കൊണ്ടുവരുന്നത്. അതുവരെ റിയാസിന്റെ കസ്റ്റഡിയിലുള്ള ഫ്ലാറ്റില് എന്നെ ഇട്ടിരിക്കുമായിരുന്നു, ചെന്ന് അന്ന് താമസിപ്പിക്കുക. അപ്പൊ അവിടെ വേറെ പെണ്ണുങ്ങളുണ്ട്. അങ്ങനെ അവിടുന്ന് 18-ാം തീയതി എന്നെ അറബി തിരിച്ച്, ഈ അറബി അവരുടെ വൈഫും കൂടെ തിരിച്ച് ഈ ഹവാലി കൊണ്ടുവന്നു വിട്ടു ഓഫീസില്. എന്നിട്ട് അവരൊത്തിരി ചീത്ത പറഞ്ഞു ഇയാളെ, ഈ റിയാസിനെ ചീത്ത പറഞ്ഞെല്ലാം കഴിഞ്ഞപ്പം ഈ 3 ലക്ഷം രൂപ തിരിച്ച് അറബി മേടിച്ച്. അപ്പോഴാണ് എനിക്ക് അതിനകത്തെ കളി മനസ്സിലായത്. അതായത് ഈ വിസ ഈ ഹൗസ് മെയ്ഡ് വിസയ്ക്ക് 3 മാസത്തെ വാലിഡിറ്റി ഉള്ളൂ. 3 മാസത്തെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ഈ 3 മാസത്തിനകത്ത് ഏജന്റ് വിടുന്ന ആള് അറബിയുടെ വീട്ടിൽ നിന്ന് തിരിച്ച് ഓഫീസിൽ വന്ന ഈ അറബിക്ക് പൈസ തിരിച്ചു കൊടുക്കണം. അതേസമയം 3 മാസം കഴിഞ്ഞിട്ടാണ് വരുന്നെങ്കിൽ ഈ അറബിക്ക് പൈസ ഇതിന് കിട്ടത്തില്ല.
അങ്ങനെയായിരുന്നു. അപ്പൊ ഇവൻ എന്നോട് പറഞ്ഞായിരുന്നു എങ്ങനെയെങ്കിലും ഒരു 3 മാസം പിടിച്ചു നിൽക്കണം, എന്നിട്ട് ഞാൻ പെട്ടെന്ന് ഒരു സലൂണിലോട്ട് മാറ്റി തരാന്ന് പറഞ്ഞു. പക്ഷെ ഇതായിരുന്നു 3 മാസം ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ എനിക്ക് അക്കാമടുത്തിലെ ജീവിതത്തിൽ എനിക്കിനി വരാൻ പറ്റത്തില്ല. ചിറൻകീഴ് സ്വദേശി ബബിത ദീർഘവർഷങ്ങളായി ഗൾഫിൽ ജോലി ചെയ്തു വരികയായിരുന്നു. 6 വർഷം ദുബായിലും പിന്നീട് 4 വർഷം മസ്കറ്റിലും പിന്നീട് 1 വർഷം കുവൈറ്റിലും ജോലി ചെയ്തു. കുവൈറ്റിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങിയെത്തിയതിനു ശേഷം ഏജന്റിന്റെ നിർബന്ധപ്രകാരം വീണ്ടും അവിടേക്ക് തന്നെ മടങ്ങിപ്പോവുകയായിരുന്നു. എന്നാൽ ഇന്ന് ബബിതയ്ക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. ക്രൂരമായ പീഡനങ്ങളും പട്ടിണിയുമാണ് ശമ്പളവുമായി ലഭിക്കുന്നത്. ബബിതയെ അന്വേഷിച്ചാണ്, ബബിതയുടെ തിരിച്ചുവരവും പ്രതീക്ഷിച്ചാണ് ബബിതയുടെ ഉമ്മ ഇന്ന് പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. ബബിതയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നമുക്ക് ഉമ്മയോട് തന്നെ ചോദിച്ചറിയാം. ബബിതക്ക് മക്കളില്ലേ അമ്മ? ഉണ്ട്, ഒരു മോനുണ്ട്. അവനെവിടെയാ? അത് എൻ്റെ കൂടെ ഉണ്ട്. നിങ്ങളെ കൂടെ ഉണ്ട്? 2 മോളും 1 മോനുമാണ്. ആർക്ക്? എനിക്ക്. എൻ്റെ ബബിതയുടെ 10ാമത്തെ വയസ്സിലാണ് ഫാദർ മരിച്ചുപോയി. പിന്നെ ഈ 3 മക്കളെ ഞാൻ വളർത്തിയെടുത്ത് അംഗൻവാടിയുടെ ടീച്ചറായിട്ട് നോക്കി. പിന്നെ ഞാൻ ഗൾഫിൽ സൗദി രാജാവിൻ്റെ അസീസ് രാജാവിൻ്റെ വീട്ടിൽ 2 വർഷം നിന്ന്. ബബിതയുടെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ മോളോടെ ഭയങ്കര കാര്യമാണ്. എന്നെ നോക്കുന്ന എൻ്റെ മോളാണ്. എനിക്കിഷ്ടമല്ലായിരുന്നു മോള് പോണത്. പിന്നെ ഞാനും വിചാരിച്ച് പിന്നെ വിഷമം കൊണ്ടാണല്ലോ കൊച്ചു പോണേന്ന് പറഞ്ഞ് പോയി തീർന്നപ്പോൾ മോള് കുറച്ചങ്ങുള്ള സ്ഥലത്തുനിന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് 10-12 പേരൊക്കെ ഉള്ള വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരാൾ സുഖമില്ലാത്ത കിടക്കുന്ന ആളിനെ കൂടെ ഓടിപ്പോയി നോക്കണം, തിരിച്ചിറങ്ങി വരണം. ഇങ്ങനെ ആയപ്പോൾ ഈ കൊച്ചിന് ടെൻഷനും കൂടെ ആയിട്ട് എന്നെ കയറ്റി വിടണമെന്ന് പറഞ്ഞിട്ട് അവർ വിടില്ല. അവർ ട്രാവൽസ് ലഭിക്കുമ്പോൾ വീട്ടിൽ അവർ കുറേ ഡൊണേഷൻ കൂടുതൽ വാങ്ങിച്ചിട്ട് വേറൊരു സ്ഥലത്താക്കും. ഇങ്ങനെ കൊച്ചിന് ഭയങ്കരമായ ബുദ്ധിമുട്ടായി. ആരെ കൊണ്ടുപോയത്? ഇവിടെ ചെറിയങ്കിടി സത്യനെന്നും പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഇപ്പം 3 മാസം ഉണ്ടെങ്കിലും പിടി കൊടുത്ത് കയറി വരാമെന്ന് വെച്ചാൽ ഇവിടെ ജയിലിൽ ഇട്ടുളയും എന്നുള്ള ഒരു ഭയം. ഒന്നുമില്ല, എംബസിയിൽ പോയാൽ മതി. എംബസിയിൽ പോയിട്ട് അവിടെ ഹാജരാവാൻ പറഞ്ഞാൽ മതി. വെളിയിൽ പോകാൻ പറ്റൂല. ഇന്ത്യൻ എംബസിയിൽ പോകാൻ പറയാം എങ്ങനെയെങ്കിലും. എന്നിട്ട് അവിടെ പോയിട്ട് അഭയം പ്രാപിക്കാൻ പറഞ്ഞാൽ മതി. ഭർത്താവില്ലേ? ഇല്ല, സ്ത്രീധനം കൊടുക്കാറുണ്ട്. അയാൾ പോയിട്ട് പിന്നെ തിരിച്ചു പോലും കണ്ടിട്ടില്ല. കുവൈറ്റിലെ പ്രവാസ ലോകം പ്രവർത്തകരോടാണ്. ബബിത കുവൈറ്റിലെ ഏതോ അറബിയുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നുണ്ട്. നിർബന്ധിച്ചു കൊണ്ടുപോയതാണ്. ഭക്ഷണമില്ല, അതുപോലെ തന്നെ അമിതമായ ജോലിഭാരം, ഇതൊക്കെ ആ സഹോദരി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് നാട്ടിലേക്ക് വരണമെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ ഒരു ക്യാമ്പ് പോലെ അല്ലെങ്കിൽ കൊണ്ടുപോയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ താമസിപ്പിച്ച് അവിടെ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വീടുകളിലേക്ക് അയക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ അവിടെ ഒരു ലേബർ കോൺട്രാക്റ്റ് പോലെയാണ്. ഒരു കോൺട്രാക്റ്റ് ലേബർ പോലെ ഒരു വീട്ടിലേക്ക് അയക്കുക, അവിടെ തിരിച്ചു വരിക, വേറെ വീട്ടിലേക്ക് അയക്കുക. ആരാണിത് ചെയ്യുന്നത് എന്ന് എനിക്ക് നിശ്ചയമില്ല, ഇവർക്കും നിശ്ചയമില്ല. അപ്പോൾ ഈ ബബിത ഇത്തരത്തിലുള്ള ഒരു റാക്കറ്റിൻ്റെ കയ്യിലാണ്, അല്ലെങ്കിൽ ഇത്തരം വിവിധ വീടുകളിലേക്ക് ജോലിക്ക് അയക്കുന്ന ആളുകളുടെ കയ്യിലാണ് ചെന്നപ്പെട്ടിട്ടുള്ളത്. ബബിത നിരവധി തവണ അവരോട് നാട്ടിൽ വരണമെന്ന് അഭ്യർത്ഥിച്ചിട്ടും അവരതിന് മുതിരുന്നില്ല എന്നാണ് ഉമ്മ ഞങ്ങളോട് പറയുന്നത്. ബബിതയെ നാട്ടിലെത്തിക്കാനുള്ള ചുമതല പ്രവാസ ലോകം പ്രവർത്തകർക്കുണ്ട്, അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർക്കുണ്ട്, വ്യത്യസ്തമായ സംഘടനകൾക്കുണ്ട്, ഇന്ത്യൻ എംബസിക്കുണ്ട്. ബബിത ഇതിലേതെങ്കിലും ഒരു കൂട്ടരെ അന്വേഷിച്ച് പിടിക്കണം. കഴിയുന്നതും എംബസിയിൽ ചെന്ന് അഭയം തേടണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. സ്വദേശത്തും വിദേശത്തും കാണാതാകുന്നവരെ കുറിച്ചുള്ള അന്വേഷണമാണ് ഞങ്ങളുടെ ഈ യാത്ര. ഇത് തികച്ചും സൗജന്യവുമാണ്. കാണാതായ ആളിൻ്റെ വിശദ വിവരങ്ങൾ, ഫോട്ടോ, അയക്കുന്നയാളിൻ്റെ അഡ്രസ്, ഫോൺ നമ്പർ തുടങ്ങിയവ സഹിതം ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: പ്രവാസ ലോകം, കൈർലി TV, കൈർലി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: കേരളം ഇന്ത്യ, റഫീഖ് റാവുത്തർ 9847920104. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് pravasaloகம்@gmail.com. പ്രവാസത്തിൻ്റെ ദീർഘകാല അനുഭവമുള്ള ബബിതയ്ക്ക് പിഴവ് പറ്റിയിരിക്കുന്നത് കുവൈറ്റിലാണ്. കുവൈറ്റിലേക്ക് വീട്ടുജോലി തേടി പോകുന്നവർക്ക് ബബിത ഒരു പാഠമാണ്. ഈ ഓർമ്മപ്പെടുത്തലോടുകൂടി ഇന്നത്തെ പ്രവാസ ലോകം ഇവിടെ അവസാനിക്കുകയായി. വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു അധ്യായത്തിലൂടെ. അതുവരെ നന്ദി, നമസ്കാരം.